നമസ്കാരം ഐറിഷ് മാൻ ദ വ്യൂവേഴ്സ്. നമുക്കിന്ന് അയർലൻഡിൽ മോട്ടോർവേയിൽ കൂടെ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. അതായത് നമ്മളൊരു മോട്ടോർവേയിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, മോട്ടോർവേ കയറി കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, മോട്ടോർവേ എക്സിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ വക കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു എമർജൻസി റീസൺ കൊണ്ട് നമുക്കൊരു മോട്ടോർവേയിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ എവിടെ നിർത്തണം, എങ്ങനെ നിർത്തണം, അതിനുശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ റെസ്റ്റ് എടുത്ത് വീണ്ടും വണ്ടി മോട്ടോർവേയിലേക്ക് ഓടിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടിപ്പ് ഇതാണ്. നമ്മൾ അയർലൻഡിൽ ഏതൊരു മൈനർ റോഡിൽ നിന്ന് മേജർ റോഡിലേക്ക് കയറുമ്പോഴേക്കും ആ മൈനർ റോഡിൽ തീരുന്ന സ്ഥലത്ത് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും മേജർ റോഡിന്റെ സ്പീഡ് ലിമിറ്റ് എത്രയാണെന്നുള്ളത്. അത് നേരത്തെ കണ്ട് മനസ്സിലാക്കി ആ ഒരു സ്പീഡ് വേണം നമ്മൾ പുതിയ റോഡിൽ കയറി കഴിയുമ്പോഴത്തേക്കും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതായത് ആ പുതിയ റോഡിലേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു സ്പീഡിലേക്ക് നമ്മൾ എത്തിയിരിക്കണം. ഒരു ചെറിയ റോഡിൽ നിന്നും നമ്മൾ മോട്ടോർവേയിലേക്ക് കയറുമ്പോഴത്തേക്കും ഒരു റൺവേ പോലെ ഒരു 500 മീറ്ററോളം ദൂരം ഉണ്ടാവും. അത് ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ചെറിയ റോഡിൽ നിന്ന് മോട്ടോർവേയിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും മോട്ടോർവേയുടെ ആ ഒരു സ്പീഡ് നമ്മൾ മോട്ടോർവേയിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വണ്ടിയിൽ അച്ചീവ് ചെയ്തിരിക്കണം. നമ്മളൊരു മൈനർ റോഡിൽ നിന്ന് ചിലപ്പോൾ ഒരു 80 കിലോമീറ്റർ സ്പീഡിലായിരിക്കും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് മോട്ടോർവേയിലേക്ക് കയറുമ്പോഴത്തേക്കും മോട്ടോർവേ 100 അല്ലെങ്കിൽ 120 കിലോമീറ്റർ സ്പീഡിലുള്ള മോട്ടോർവേയിലേക്കായിരിക്കും നമ്മൾ ഈ റൺവേ വഴി കയറുന്നത്. അങ്ങനെ കയറുമ്പോഴത്തേക്കും ആ റൺവേയിൽ വെച്ച് തന്നെ നമ്മൾ ആ 100 കിലോമീറ്റർ സ്പീഡിൻ്റെ മോട്ടോർവേ ആണെങ്കിൽ ആ 100 കിലോമീറ്റർ സ്പീഡ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം. അതായത് 80 കിലോമീറ്റർ സ്പീഡിൽ പോയി അങ്ങോട്ട് കയറുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മോട്ടോർവേയിലേക്ക് പതിയെ കയറാം. അതിനു മുമ്പ് ഇതാദ്യൊരു നാഷണൽ റോഡാണ്. നമുക്ക് സിഗ്നൽ കിട്ടി. ഫസ്റ്റ് എക്സിറ്റ് ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ M50-ലേക്കുള്ള കയറാൻ പോവുകയാണ്. അത് കണ്ടോ, M50-ൽ കിലോമീറ്റർ സ്പീഡ് 100 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ റൺവേ. അപ്പോൾ ഈ റൺവേയിൽ കൂടെ നമ്മളിപ്പോൾ ഞാൻ 60 കിലോമീറ്റർ സ്പീഡാണ്, 70-ആയി, 80-ആയി, 90-ആയി. നമ്മൾ മോട്ടോർവേയിലിട്ട് കയറിയിട്ടില്ല ഇതുവരെ. ഇത് റൺവേ തന്നെയാണ്. 100 കിലോമീറ്റർ സ്പീഡായി. എനിക്കിപ്പോൾ റൺവേ തന്നെ 100 കിലോമീറ്റർ സ്പീഡായി. ആ ഒരു 100 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമ്മൾ മോട്ടോർവേയിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങനെ എൻ്റർ ആവാനായിട്ട്. ഇപ്പം 95 കിലോമീറ്ററിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് ട്രാക്ക് ചേഞ്ച് ചെയ്തു ഫാസ്റ്ററായിട്ട് പോകാനായിട്ട്. എപ്പോഴും ഓർക്കുക, ലെഫ്റ്റ് സൈഡ് ട്രാക്ക് സ്ലോ മൂവിങ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. റൈറ്റ് സൈഡിലേക്ക് വരുന്ന ട്രാക്കുകൾ എപ്പോഴും ഫാസ്റ്റർ മൂവിങ് ആയിട്ടുള്ള വെഹിക്കിൾസിന് വേണ്ടിയുള്ളതാണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. എനിക്ക് ഇനിയും ഫാസ്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ റൈറ്റ് സൈഡിലെ ട്രാക്കിൽ വേണം കയറാനായിട്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് ഫ്രീ ആണെന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേണമെങ്കിൽ എനിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാം. ഞാനിപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. എൻ്റെ റൈറ്റ് സൈഡിലുള്ളവർ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. വിച്ച് മീൻസ് അവർ 100 കിലോമീറ്ററേക്കാളും സ്പീഡിലാണ് പോകുന്നത്. അത് ക്യാമറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പെറ്റി അടിക്കേണ്ടി വരും. എന്തുകൊണ്ട് ഒരു കാര്യം കൂടെ ഇപ്പം പറയാനായിട്ട് ഓർക്കുന്നത്, നമ്മൾ ഇപ്പം ട്രാഫിക് ഇല്ല, ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. 100 കിലോമീറ്റർ സ്പീഡിൽ എന്നാൽ റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ട്രാക്കിൽ പോകാമെന്ന് വിചാരിക്കരുത്. കാരണം 100 കിലോമീറ്റർ സ്പീഡാണ് ഈ റോഡിൻ്റെ സ്പീഡ്. അപ്പോൾ അതിൽ മാക്സിമത്തിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് ആ ട്രാക്ക് ഉപയോഗിച്ചുകൂടാ? അങ്ങനെയല്ല. അതായത് നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡ് നിന്ന് വേണം പോകാനായിട്ട്. ഫാസ്റ്ററായിട്ട് പോകാനുള്ള വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ളതാണ് റൈറ്റ് സൈഡ് ട്രാക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആംബുലൻസ് ഇതിൽ അത്യാവശ്യമായിട്ട് പോകേണ്ട വന്നു, ഒരു ഫയർ എഞ്ചിന് പോകേണ്ടതായിട്ട് വന്നു. അപ്പം അവർക്ക് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് റൈറ്റ് സൈഡ് ട്രാക്ക്. നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ലെന്നുള്ളതല്ല പറഞ്ഞത്. നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിലെ ട്രാക്കുകളിൽ കൂടെ വേണം പോകാനായിട്ട്. ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലും സൗകര്യം പോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വണ്ടി നിർത്തി കാണിക്കാം. ഒരു എമർജൻസി കേസ് ഉണ്ടായി പെട്ടെന്ന് വണ്ടി നിർത്തണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് കാണിച്ചു തരാം. ഞാൻ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ട്രാക്ക് ഒന്ന് മാറുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇൻഡിക്കേറ്റർ എടുത്ത് തരുമ്പോൾ മിറർ ചെക്കുകൾ അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കണം. മിറർ ചെക്ക് ചെയ്ത് സേഫ് ആണെങ്കിൽ മാത്രം ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ട്രാക്ക് ചേഞ്ച് ചെയ്യാം. അത് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും. ഈ യെല്ലോ ലൈൻ കണ്ടില്ല ലെഫ്റ്റ് സൈഡിൽ ഹാർഡ് ഷോൾഡർ എന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വണ്ടി നിർത്തണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനാണ് ഈ ഹാർഡ് ഷോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോവുകയാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തന്നെയുള്ള സൗകര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഞാൻ പോകുന്ന ഒരു ഏരിയയിൽ ആ ഒരു പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഒരു ഹാർഡ് ഷോൾഡറിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തി കാണിക്കാം. ഈ SOS എന്ന് പറഞ്ഞൊരു ബോർഡുകളാണല്ലോ, അത് ടെലിഫോൺ സർവീസിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക്
സ്കാഡയെ വിളിക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു എമർജൻസി കേസിന് ആംബുലൻസിനെ വിളിക്കണമെങ്കിൽ വിളിക്കാം, മെക്കാനിക്കിനെ വിളിക്കണമെങ്കിൽ വിളിക്കാം. അങ്ങനെ എമർജൻസി കേസുകൾ നമുക്ക് ഫോൺ വിളിക്കാനായിട്ടുള്ള എവറി 2 കിലോമീറ്റേഴ്സ് അവർ ഈ SOS ഫോൺ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ മോട്ടോർവേയിലും അയർലൻഡിലും. ഈ കാണുന്ന ബോർഡ് കണ്ടല്ലോ, 3 ലൈനിട്ട് വരാം. അതായത് 300 മീറ്റേഴ്സൂടെ കഴിയുമ്പോൾ ഒരു എക്സിറ്റ് ഉണ്ട്. ഇവിടെ 2 വരെയായി 200 മീറ്റേഴ്സൂടെ കഴിയുമ്പോഴാണ് എക്സിറ്റ് വരുന്നത്. അതനുസരിച്ച് നമ്മൾ സ്പീഡ് കുറച്ച് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പ്രിപ്പയർ ആകാൻ വേണ്ടിയാണ് നേരത്തെ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് തരുന്നത്. നമ്മളേതായാലും ഈ എക്സിറ്റ് എടുക്കുന്നില്ല, കാരണം എനിക്ക് നിങ്ങളെ ഹാർഡ് ഷോൾഡർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സിറ്റ് കഴിയുമ്പോഴേ ഹാർഡ് ഷോൾഡറിൽ ഞാൻ വേണ്ടി നിർത്തി കാണിക്കാം. സോ ഞാൻ ഹാർഡ് ഷോൾഡർ ഇവിടെ നിർത്താൻ പോവാണ്. ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. എക്സിറ്റ് കഴിയുമ്പോൾ തന്നെ നിർത്തണമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും ഹാർഡ് ഷോൾഡറിൽ വേണ്ടി നിർത്താം. പക്ഷേ വെൽ ഇൻ അഡ്വാൻസ് നമ്മൾ നോട്ടിഫിക്കേഷൻ കൊടുക്കണം ഇൻഡിക്കേറ്റർ ഇട്ട്. സോ ഞാനിവിടെ ഹാർഡ് ഷോൾഡറിൽ എൻ്റെ വണ്ടി നിർത്താൻ പോവുകയാണ്. ഞാനിവിടെ വണ്ടി നിർത്തി. ഇങ്ങനെ വണ്ടി ഒതുക്കിയിട്ട ശേഷം ഹസാർഡ് ബട്ടൺ ഇടുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഹസാർഡ് ബട്ടൺ ഇട്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലത്ത് വണ്ടി നിർത്താവുള്ളൂ. അതായത് ഹസാർഡ് ബട്ടൺ ഇല്ലാതെ നിർത്തിയേക്കരുത്. അതായത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി കൊണ്ട് നിർത്തിയതിന് ശേഷം കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയതിനു ശേഷം ഹസാർഡ് ബട്ടൺ ഓൺ ആക്കി ഇടുക. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഒരു പോലീസിനെ വിളിക്കണം, എന്തെങ്കിലും കാര്യമുണ്ട്, അല്ലെങ്കിൽ വണ്ടി പഞ്ചറായി എന്ത് കേസ് ഉണ്ടെങ്കിലും അത് സോർട്ട് ഔട്ട് ചെയ്യാം. ആ പ്രോബ്ലം എല്ലാം സോൾവ് ആയി നമ്മൾ ഇനി വീണ്ടും യാത്ര തുടരാൻ പോവുകയാണ്. എങ്ങനെ യാത്ര തുടരുന്നുള്ള കാര്യം കാണിച്ചു തരാം. ആദ്യം നമ്മൾ മിറർ ചെക്കുകൾ ചെയ്യാം. ഞാൻ മിറർ ചെക്കെല്ലാം ചെയ്തു. ഓർക്കുക ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 100 കിലോമീറ്റർ സ്പീഡിൻ്റെ മോട്ടോർവേ ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മോട്ടോർവേയിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് ഈ ഹാർഡ് ഷോൾഡറിൽ കൂടെ തന്നെ 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ആ ഒരു സ്പീഡ് ലെവൽ എത്തിയതിന് ശേഷം മാത്രമേ മോട്ടോർവേയിലേക്ക് നമ്മൾ കയറാവുള്ളൂ. 100 ഇല്ലെങ്കിലും ഒരു 90 കിലോമീറ്റർ സ്പീഡിലെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്യും. സോ അതൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സോ പുറകെ വണ്ടിയൊന്നും ഇല്ലാത്ത ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു ഗ്യാപ്പ് നോക്കാതെ നമ്മൾ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ഇതിൽ കൂടെ വണ്ടി ഓടിക്കേണ്ടി വരും. സോ ഞാൻ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു, ചെക്കെല്ലാം ചെയ്തതിന് ശേഷം സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു. കുറേ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രക്ക് വരെ നമുക്ക് ഇവിടെ വന്നിട്ട് ചേരും. സോ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്, സ്പീഡ് എടുക്കുന്നു. എനിക്ക് 80 കിലോമീറ്റർ സ്പീഡായിട്ടേ ഉള്ളൂ. ഒരു 90 ഒക്കെ ആയിട്ട് ഞാൻ ഏതായാലും കൊണ്ട് കയറുന്നു. ഓക്കെ, 90 കിലോമീറ്റർ സ്പീഡായി പതിയെ ഞാൻ ഈ ട്രാക്കിലേക്ക് കയറി മോട്ടോർവേയിൽ എൻ്ററായി. ഓക്കെ, നമുക്കിനി അടുത്ത എക്സിറ്റ് എടുക്കാം. സ്റ്റിൽ ഓർഗൻ എക്സിറ്റ് ആണിത്. ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ ഈ എക്സിറ്റിലേക്ക് കയറി. സ്റ്റിൽ ഓർഗൻ എക്സിറ്റിലേക്ക് കയറിയ ഉടനെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാം. അഗെയിൻ ഇനി വരാൻ പോകുന്ന റോഡിൻ്റെ കിലോമീറ്റർ സ്പീഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. 80 കിലോമീറ്റർ സ്പീഡിൻ്റെ റോഡാണ്. സോ നമ്മൾ സ്പീഡ് ഡൗൺ ചെയ്ത് 80 കിലോമീറ്റർ സ്പീഡിലേക്ക് റെഡ്യൂസ് ചെയ്യും. എപ്പോഴും ഓർക്കുക, നമ്മൾ ലെഫ്റ്റ് സൈഡ് ട്രാക്കിൽ കൂടെ വേണം വണ്ടി ഉപയോഗിക്കാനായിട്ട്. റൈറ്റ് സൈഡ് ട്രാക്ക് എപ്പോഴും ഫാസ്റ്റ് മൂവിങ് കാർസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ വരുന്ന ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കരുത്. ഇതാണ് നേരത്തെ പറഞ്ഞ N31 80 കിലോമീറ്റർ സ്പീഡിൻ്റെ റോഡ്. നമ്മൾ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, 80, 100, 120 എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ 60 എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ റോഡിൻ്റെ മാക്സിമം സ്പീഡാണ്, മിനിമം സ്പീഡല്ല. ഇത്രയും കാര്യങ്ങളായിരുന്നു മോട്ടോർവേ ഉപയോഗിക്കുന്നതിനെ പറ്റി ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ടിപ്സുകൾ. അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മോട്ടോർവേയിൽ നമ്മൾ എപ്പോഴും സിഗ്നൽസ് മിറർ ചെക്ക് ചെയ്തതിന് ശേഷം സേഫ് ആണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് മാത്രം ലെയിൻ ചേഞ്ച് ചെയ്യുക. സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. 100 കിലോമീറ്റർ സ്പീഡിലുള്ള ഒരു മോട്ടോർവേ ആണ് എങ്കിൽ ഒരു 90 കിലോമീറ്റർ എങ്കിലും നമ്മൾ സ്പീഡ് ഉണ്ടായിരിക്കണം. ഓവർ സ്പീഡിങ് പാടില്ല. എല്ലായിടത്തും ക്യാമറയുണ്ട്, അല്ലെങ്കിൽ അത് സേഫ്റ്റി അല്ല, ഡേഞ്ചറസ് ആണ്. ഇനി ഒരു ഫൈനൽ ടിപ്പ് മോട്ടോർവേയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവറി 15 സെക്കൻഡ്സ് കൂടുമ്പം നമ്മൾ മിറർ ചെക്കുകൾ ലെഫ്റ്റ് റൈറ്റ് റിയർ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു സേഫ്റ്റി കിട്ടും. മിറർ ചെക്ക് എപ്പോഴും അത്യാവശ്യമാണ്. മിറർ ചെക്ക് ചെയ്യാതെ നമ്മൾ റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്കാണ് കയറുന്നതെങ്കിൽ ഇങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കുക. ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലേക്കാണ് കയറുന്നതെങ്കിൽ ഇങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കി മാത്രം കയറുക. ഇന്നത്തെ മോട്ടോർവേ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ടിപ്പുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.